ഹായ് എവരി വൺ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതേ ഞങ്ങൾ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാം. അപ്പോൾ അവിടെ പോയി ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് പോണത്. നമ്മുടെ ഇവിടെ ഉള്ള പോലത്തെ അല്ല കേട്ടോ. ഇവിടുത്തെ ക്യാമറ ഒക്കെ കണ്ടില്ലേ, ഇതാ ആ ഒരു കൂടിൻ്റെ ഉള്ളിൽ അവിടെയാണ് ക്യാമറ ഇരിക്കണത്. അപ്പോൾ നമുക്ക് ഇതിൽ മാപ്പ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും ഇന്ന സ്ഥലത്തൊക്കെ. പിന്നെ ഞങ്ങളിന്ന് പോകാൻ ഇറങ്ങിയ ദിവസം നല്ലൊരു ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോയ് സ്റ്റോർ സൈക്കിൾ റാലി ഉള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്ന വഴി ചിലതൊക്കെ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം ഈ സൈക്കിളൊക്കെ കണ്ടതിന് ശേഷമാണ് അതിൻ്റെ കാര്യം ഓർമ്മ വന്നതായിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. എവിടെയാണ് ബ്ലോക്ക് എന്ന് അറിയില്ല. നമുക്ക് വളഞ്ഞു തിരിഞ്ഞ് പോകേണ്ട വരികയാണെന്ന് വെച്ചാൽ അങ്ങനെ പോകാം എന്നുള്ള പ്ലാനിങ്ങിൽ ഞങ്ങൾ മുന്നോട്ട് എടുക്കുകയാണ് വണ്ടി. അപ്പോൾ പല സ്ഥലത്തും ഇതേപോലുള്ള സേഫ്റ്റിക്ക് ആളുകൾ നിൽക്കുന്നുണ്ട്. സൈക്കിൾ റാലിയാണ് മെയിനായിട്ട്, കണ്ടില്ലേ, സൈക്കിൾ റാലിയാണ്. അപ്പോൾ ബസ്സും എല്ലാ വണ്ടികളും ചില വഴിക്ക് തിരിച്ചു വിടുകയാണ് റാലി ഉള്ളത് കൊണ്ട് തന്നെ. അപ്പം ഞങ്ങൾക്ക് പോകേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് കൂടെ ആയിരുന്നു. പക്ഷേ റൈറ്റ് സൈഡിലേക്ക് ഞങ്ങൾ തിരിച്ചു വിട്ടു. ഞങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റിയില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഒരു കാട് വഴി പോയി ഹൈവേയിലേക്ക് കയറിയിട്ട് വേണം പോകാൻ. അപ്പോൾ എങ്ങനെ പോയാലും ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഡിലേ ആയിട്ടാണ് അവിടെ എത്തുക. അപ്പോൾ പോകുന്ന വഴി കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ പോവുകയാണ്. നമ്മുടെ നാട്ടിലൊന്നും സൈക്കിൾ റാലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വഴിയിൽ വണ്ടികൾ തടയാനോ വണ്ടികൾക്ക് വേറൊരു റൂട്ട് വിടാനോ അങ്ങനെയൊന്നും നമ്മുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഇതിനൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സമ്മർ സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ സൈക്കിൾ എടുത്തിട്ട് ഫുള്ള് കറക്കായിരിക്കും. കാറൊക്കെ വീട്ടിൽ വെച്ച് സൈക്കിളിലായിരിക്കും കറക്കം. അപ്പോൾ ഇന്നൊരു റാലിയും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു കാട് വഴി കൂടെയാണ് പോണത്. കാട് വഴി എന്ന് പറയുമ്പോൾ രാത്രി സമയങ്ങളിലൊക്കെ ചിലപ്പോൾ മാന അങ്ങനെയുള്ളതൊക്കെ കാണാറുണ്ട് പറഞ്ഞു. വഴികളിലൊക്കെ സൈക്കിളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരുമിച്ച് പോകാനായിട്ട് ഓരോരുത്തർ വെയിറ്റ് ചെയ്യാണ്. കേരളത്തിലെ നമ്മുടെ നാട്ടിൽ ഓണൊക്കെയായി, ഉത്രാടമായി, തിരുവോണമായി, എല്ലാം ആയി. ഞങ്ങൾക്കൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് സദ്യ വെച്ചുണ്ടാക്കണം, കഴിക്കണം, അത്ര തന്നെ. അപ്പോൾ ഞങ്ങൾ ഹൈവേ കൂടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കുതിരാനൊക്കെ ഓർമ്മ വന്നു. ഈ ഒരു അണ്ടർഗ്രൗണ്ട് വഴി പോകുമ്പോൾ കുതിരാനൊക്കെ ഓർമ്മ വന്നു. ഓ ഗൈസ്, ബ്ലോക്ക് കിട്ടിയിട്ടോ ഞങ്ങൾക്ക്. അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നു എന്നാണ് അറിയപ്പെടാൻ പറ്റിയത്. പിന്നെ കണ്ടില്ലേ, സെൻറ്ററിൽ വഴി ആംബുലൻസിന് വേണ്ടിയിട്ട് സെൻറ്ററിൽ വഴി ഇട്ട് വെക്കുകയാണ് ആക്സിഡൻ്റാന്ന് അറിഞ്ഞതിന് ശേഷം. 2 സൈഡിലേക്കും വണ്ടി നിന്ന് സെൻറ്ററിൽ വഴി ഇട്ട് കൊടുത്ത് വെക്കുകയാണ്. ഈ കാണുന്ന വീട് പോലത്തെ ആ ചെറിയൊരു ഇതില്ലേ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കൃഷികളൊക്കെ ചെയ്തിട്ട് ഇവിടെയാണ് വിൽക്കാനായിട്ട് വെക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഓപ്പൺ ചെയ്തിടും സ്റ്റോർ പോലെ. അവിടെ അവർ ഇവിടെ ഈ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് എന്തൊക്കെയാണോ അതൊക്കെ അവിടെ തന്നെ കച്ചവടത്തിന് വെക്കും അവർ. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ചെറിയൊരു വീട് പോലെ വെച്ചേക്കുന്നത്. പിന്നെ സോളാർ പാനലുകൾക്ക് കുറേ കാണാനായിട്ട് പറ്റിയിട്ടാണ്. ഞങ്ങളപ്പോൾ അവരുടെ വീടിൻ്റെ അവിടേക്ക് എത്തി. വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഐസ്ക്രീം പാർലറിൽ കയറി. അപ്പോൾ ഈ ഫ്ലേവറിൽ ഏത് വേണമെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അതും കഴിച്ച് ഞങ്ങൾക്ക് അവിടെ ഇരിക്കാനായിട്ട് നോക്കിയപ്പോൾ ഫുള്ള്, അതായത് ഇന്നിപ്പോൾ ഹോളിഡേ ആയതുകൊണ്ട് ഫുള്ള് സീറ്റുകളൊക്കെ ഫുള്ളായി വെക്കണം. അപ്പോൾ ഞങ്ങൾക്ക് വേറൊരു പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ കൊണ്ടുപോയാണ്. കാരണം അവിടെ ബസ് സ്റ്റേഷനാണ്. ഏട്ടൻ വരുന്നത് ബസ് സ്റ്റേഷൻ്റെ തൊട്ടാണിത്. അപ്പോൾ ഏട്ടന് ഇതൊക്കെ നല്ല പരിചയമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പോയിരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ആംബിയൻസ് ആയിരുന്നു. അവിടെ വന്നിരുന്ന് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അവിടെ ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവരൊക്കെ രാവിലെ എണിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല. അവരുടെ പ്രൈവസി കളയുണ്ടാവുമെന്ന് വെച്ചിട്ട് ഞാൻ അവരുടെ ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല. പൊടിമോളുടെ വക ഡാൻസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചു ഞങ്ങൾ. അങ്ങനെ കുറച്ച് സമയം അവിടെ എൻജോയ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് ഏകദേശം ഈവനിങ് ഒക്കെ ആയിട്ടുണ്ട്. തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലത്തും കൂടി പോയി. അവിടുത്തെ വീഡിയോ ഞങ്ങൾ വേറെ വീഡിയോ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.